ഹായ് എവ്രി വൺ. അപ്പം ഞാൻ ഇന്നൊരു ചെറിയ മൂവി റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ചെറിയ മൂവി റിവ്യൂ അല്ല, ഒരു വലിയ മൂവി റിവ്യൂവുമായിട്ടാണ്. എല്ലാവരും കണ്ടു എന്നറിയാം, തുടരാൻ കണ്ടു എന്നറിയാം. ഞാൻ ശനിയാഴ്ചയാണ് പടം പോയി കണ്ടത് കേട്ടോ. അന്ന് എനിക്ക് റിവ്യൂ ഇടാൻ പറ്റിയില്ല. ഇപ്പം എല്ലാവർക്കും സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും അതിൻ്റെ കഥയൊക്കെ എന്താണെന്ന് അറിയാമായിരിക്കും. പക്ഷെ ഇത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഇത്രയും നാളായിട്ട് മിസ് ചെയ്തിരുന്ന ഒരു ലാലേട്ടനുണ്ട്, ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന മോഹൻലാൽ എന്നൊരാളുണ്ട്. അത് തിരിച്ചു വന്ന ഒരു പടമാണ് തുടരും. അപ്പോൾ അതിൽ പറയുന്ന പോലെ ലാലേട്ടൻ തുടർന്നുകൊണ്ടേയിരിക്കണം, ഇങ്ങനെ തന്നെ അതുപോലത്തെ ഒരു കഥയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ആ പഴയ മറ്റേ കിലുക്കവും മിന്നാരവും വരവേൽപ്പും പിന്നെ ആ വിയറ്റ്നാം കോളനിയിലും ഒക്കെ ഉള്ളൊരു ഒരു ലാലേട്ടനില്ലേ, ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചില സമയത്ത് നമ്മളെ വല്ലാണ്ട് അങ്ങോട്ട് കരയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ലാലേട്ടൻ, അതുമാതിരി ഒരു പടമാണ് ഈ തുടരും. പണ്ട് ഞാൻ ഈ മൂപ്പരുടെ സിനിമ കാണാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയോ? നരസിംഹം, ആറാം തമ്പുരാൻ, അതേപോലെ കാലാപ്പാനി. അന്ന് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ 2ലും 3ലും 4ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് യൂട്യൂബോ റിവ്യൂവേഴ്സോ ഒന്നും ഇല്ല. ആകെ മാഗസീനിൽ വരുന്ന കുറച്ച് പടങ്ങളും പിന്നെ ചിത്രഗീതവും പിന്നെ സൂര്യ TV-യിൽ വരുന്ന പാട്ടുകളൊക്കെ അനുസരിച്ചിട്ടാണ് സിനിമയ്ക്ക് പോണത്. അന്ന് പത്തനംതിട്ടയിൽ ഐശ്വര്യ അനുരാഗ് തിയേറ്ററുകളാണുള്ളത്. അപ്പോൾ ഒരിടത്ത് മമ്മൂട്ടീൻ്റെ പടമാണെങ്കിൽ മറ്റിടത്ത് മോഹൻലാലിൻ്റെ പടമായിരിക്കും. ഞാൻ എപ്പോൾ പോയാലും ലാലേട്ടൻ്റെ പടത്തിനാണ് പോവാറ് കേട്ടോ. എത്ര പടങ്ങളാണ്, നമുക്ക് ഒന്നും അറിയില്ല, പക്ഷെ ലാലേട്ടനാണ് ആ സിനിമയിലുള്ളതെന്ന് അറിയാം. പോയി കാണുന്ന പടങ്ങളൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു അന്നത്തെ കാലത്ത്. അന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് ഒത്തിരി റിവ്യൂസ് ഉണ്ട്, അപ്പോൾ നമ്മൾ പലതും റിവ്യൂ കേട്ടിട്ടാണ് പോയി കാണാറുള്ളത്. ചിലപ്പോൾ നമ്മൾ പണ്ട് വല്ലപ്പോഴും ഒരു സിനിമ കാണാൻ പോയതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല. പക്ഷേ തുടരുമെന്ന് പറയുന്ന സിനിമ ഞാൻ പണ്ട് ചെറുപ്പത്തിൽ അന്ന് അനുരാഗ് തിയേറ്ററിൽ ഐശ്വര്യയിൽ പോയി ലാലേട്ടൻ്റെ ഒരു പടം കണ്ടൊരു നിമിഷം ഇടയ്ക്ക് മോളൊന്നൊന്ന് വിളിച്ചു. അപ്പോൾ അന്ന് അങ്ങനെ പോയി കണ്ട ഒരു ഫീലാണ് ഇന്ന് എനിക്ക് ഈ വട്ടം തുടരും കാണാൻ പോയപ്പോൾ. എല്ലാം കൊണ്ടും കോമഡി ഉണ്ട്, നല്ല ഒരു എന്താ പറയുക, സെൻറ്റിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുണ്ട്. അതേപോലെ നല്ലൊരു ഫൺ എലമെൻറ്റും എല്ലാമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള, അങ്ങനെ ഹൈപ്പ് കൊടുക്കാണ്ട് അവസാനം ഒരു വമ്പൻ വിജയമായൊരു പടമാണ് തുടരും. ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം. ആ പഴയ ലാലേട്ടൻ ദാ ഇവിടെയുണ്ട്, പവിത്രത്തിലും അതേപോലെ കിരീടം ചെങ്കോലിലും ഒക്കെ. ഒരു വല്ലാണ്ടൊരു നിമിഷത്തിൽ നമ്മളെ അങ്ങോട്ട് ട്വിസ്റ്റ് വന്നിട്ട് നമ്മളങ്ങോട്ട് കരഞ്ഞു പോവില്ലേ, അങ്ങനത്തെ ഒരു സിനിമ. അല്ലെങ്കിൽ കുറേ നേരം നമ്മൾ ചിരിച്ചിട്ട് പിന്നീട് കഥ അങ്ങോട്ട് ശരിക്കും മനസ്സിലാക്കി കഴിയുമ്പോൾ അയ്യോ ഇതായിരുന്നു ആ ലാലേട്ടൻ.